നീലഗിരി സഖികളെ വർണ്ണിച്ചുകൊണ്ട് വയലാർ എഴുതിയിട്ട് ജയേന്ദ്രൻ പാടിയ പാട്ടില്ലേ? നീലഗിരി പോയാൽ നിങ്ങൾ ഊട്ടി പോയാൽ ദൊടവട്ട പീക്കിൽ രാവിലെ പോകണം. ദൊടവട്ട പീക്ക് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ദൊടവട്ട. അവിടെ പോയാൽ എന്താണെന്നറിയോ? അവിടെ പോയാൽ മേഘങ്ങൾ താഴെയും നമ്മൾ മേലെയായി കാണും. നമ്മുടെ താഴെ മേഘങ്ങൾ, കുന്ന് നമ്മൾ മേലെ മേഘങ്ങളുടെ മേൽഭാഗം കണ്ടിട്ടുണ്ടെങ്കിൽ മേഘങ്ങളുടെ അടിഭാഗമല്ലേ കണ്ടിട്ടുള്ളൂ. മേഘങ്ങളുടെ മേൽഭാഗം കാണുമ്പോൾ ദൊടവട്ട പോണോ അല്ലേ വിമാനത്തിൽ കയറണം. മേഘങ്ങളുടെ മേൽഭാഗം കാണും. അവിടെ പോയാലുണ്ടല്ലോ, സ്വർഗം താണിറങ്ങി വന്നതോ, സ്വപ്നം പീലി വീർത്തി നിന്നതോ, ഈശ്വരന്റെ സൃഷ്ടിയിൽ അഴകെഴുന്നതൊക്കെയും ഇവിടെ വന്നു ചേർന്നലിഞ്ഞതോ. ആ പാട്ട് നമ്മുടെ മനസ്സിലേക്ക് വരും. അവിടെ കിഴക്ക് നിന്ന് സൂര്യൻ ഉദിച്ചു വരുമ്പോ ഈ മേഘങ്ങളുടെ എല്ലാം ഒരു ഭാഗത്തു മാത്രം സൂര്യകിരണങ്ങൾ തട്ടിയിട്ട് ജ്വലിക്കും. അത്തരം മേഘങ്ങളെയാണ് ജ്വാലാമുഖികളായ മേഘങ്ങൾ എന്ന് പറയുക. ആ മേഘങ്ങൾ നീലഗിരിയുടെ സഖികളായി സങ്കല്പിച്ചുകൊണ്ട്, നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ, ജ്യോതിർമയ്യാം ഉഷസിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ, സുപ്രഭാതം എന്ന് പാട്ടുപാടിയിട്ടുണ്ടോ രാവിലെ? പുൽക്കൊടിത്തുമ്പിന്റെ മൂർധാവിലെ മഞ്ഞുതുള്ളികളെ കാട്ടിക്കൊടുത്തിട്ടുണ്ടോ? ആ മഞ്ഞുതുള്ളികളിൽ സൂര്യകിരണങ്ങൾ തട്ടുമ്പോൾ അത് ചുവന്നു വരുന്നത് നോക്കിയിട്ട്, ഉഷാകിരണങ്ങൾ പുൽകി പുൽകി തുഷാരബിന്ദുവിൻ വദനം ചുവന്നു, പകലിൻ മാറിൽ ദിനകരകരങ്ങൾ പവിഴമാലികകൾ അണിഞ്ഞു എന്നൊരു പാട്ട് പാടിക്കൊടുത്തിട്ടുണ്ടോ? ഇതൊന്നും ഇല്ലാതെ തിന്നുക, കക്കൂസ് പോവുക, വെക്കുക, വിളമ്പുക, മക്കളെ ഉണ്ടാക്കുക, ഈ പണി ഉറങ്ങുക, ഈ പണി മാത്രം എടുത്താൽ നിങ്ങൾ രക്ഷകർത്താവായി എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനുഷ്യരുടെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റൂല. അല്ല, ഈ പ്രപഞ്ചത്തിന്റെ വിശ്വസൗന്ദര്യത്തിന്റെ ആർദ്രതയുടെ അത്ഭുത ലോകത്തെ കുട്ടിയുടെ ഹൃദയത്തിലേക്ക് ചാലിച്ചു കൊടുക്കുന്ന രക്ഷകർത്താവായിട്ട് നമുക്ക് ഈ വെക്കേഷൻ കാലത്ത് മാറാൻ പറ്റുമോ?